അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. എൻ്റെ മനസ്സിലെ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകം കീഴടക്കിയ പ്രവാചകൻ. അതിനു മുമ്പ് മക്കാ വിജയം, അറേബ്യൻ ഉപദ്വീപ് കീഴടക്കുന്നു മദീനയിലിരുന്നു കൊണ്ട്. ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, പക്ഷേ പത്നിമാർക്കൊന്നും അദ്ദേഹത്തെ വലിയ പേടിയൊന്നുമില്ല കേട്ടോ. കാരണം ഭക്തിമാർക്ക് അദ്ദേഹം ഒരു ഭർത്താവാണ്, പ്രവാചകൻ തന്നെയാണെങ്കിൽ പോലും വളരെ സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് ആണ് പെരുമാറിയിരുന്നത്. വളരെ വലിയ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത്. പ്രവാചകനോട് തമാശ പറയാം, പ്രവാചകനെ കളിപ്പിക്കാം. ആരൊരാൾ പറഞ്ഞു ഓട്ടമത്സരം നടത്താറുണ്ട് പ്രവാചകനും അദ്ദേഹത്തിൻ്റെ ഭാര്യമാരും കൂടിയിട്ട്. ഐഷയാണെന്നുണ്ട്. അപ്പം ഐഷ മെല്ലിച്ച്, ഒന്നാമത് അവർ പ്രായത്തിൽ കുറവാണ്, അപ്പം അതിൻ്റെ ആയിട്ടുള്ളൊരു എനർജി അവർക്ക് ഉണ്ടാവുമല്ലോ, ആരോഗ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഓട്ട മത്സരത്തിൽ എപ്പോഴും ഐഷയാണ് ജയിക്കാറുള്ളത്. ഇത് ഖുറാനിൽ നോക്കിയാൽ കാണില്ല കേട്ടോ, ഓരോരുത്തർ പറയുന്നതാണ്. എന്നാലും രസകരമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഓട്ട മത്സരത്തിൽ ഒരിക്കൽ ഐഷയാണ് ജയിച്ചത്. മിക്കവാറും ഐഷയാണ് ജയിക്കുക. ഐഷ ശരവേഗത്തിൽ ഓടിയിട്ട് അറ്റത്തെത്തും. പ്രവാചകന് അത്ര വേഗത്തിൽ ഓടാൻ പറ്റില്ല. പ്രവാചകൻ 2ാം സ്ഥാനം 3ാം സ്ഥാനമൊക്കെ ആയിരിക്കും. പലപ്പോഴും ഐഷയ്ക്ക് വിട്ടുകൊടുക്കാറുണ്ടെന്നാണ് പറയുന്നത്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പ്രവാചകൻ മോശമല്ലല്ലോ. പക്ഷെ ഒരിക്കൽ ഒരു കാലഘട്ടത്തിന് ശേഷം ഐഷ തോൽക്കാൻ തുടങ്ങി. അപ്പോൾ ഐഷ പറയത്ര, ഞാൻ നന്നായിട്ട് ആഹാരം കഴിക്കണാറുണ്ട്, നന്നായിട്ട് തടി വെച്ച കാരണമാണ് എനിക്ക് ജയിക്കാൻ പറ്റാതെ പോകുന്നത്. അപ്പോഴും തോറ്റും സമ്മതിക്കില്ല. അങ്ങനെ ആരാ കൂടുതൽ ആഹാരം കഴിക്കാൻ പറഞ്ഞത്? ആരാണാവും? അറേബ്യയിൽ ഒരു കാലഘട്ടത്തിൽ, ഇപ്പോൾ ജാഹിലിയ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പെൺകുട്ടികൾക്ക് യാതൊരു സ്ഥാനമാനങ്ങളും ഉണ്ടായിരുന്നില്ല. പെൺകുട്ടികൾ ഉണ്ടാകുന്ന വെറുപ്പായിരുന്നു. കേൾക്കുന്നത് ശരിയാണെങ്കിൽ പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ജീവനോടെ തന്നെ കുഴിച്ചു മൂടാറുണ്ടെന്ന് പറയുന്നു. വിശ്വസിക്കാൻ കഴിയാത്ത കാര്യം, പക്ഷെ അങ്ങനെയാണ് പറയുന്നത്. അതായിരുന്നു അറേബ്യൻ ഉപദ്വീപിലെ അറബികളുടെ, മുസ്ലിങ്ങളല്ല അറബികളുടെ, അതായത് അനിസ്ലാമിക കാലഘട്ടം. ആ കാലഘട്ടത്തിലെ സ്ഥിതി അതായിരുന്നു. അവിടെയാണ് പ്രവാചകന്റെ മഹത്വം. അദ്ദേഹത്തിനുണ്ടായ 4 കുട്ടികൾ, റുഖിയ, ഉമ്മു കുൽസും, സൈനബ്, ഫാത്തിമ. പറഞ്ഞു പറഞ്ഞ് ഈ പേര് കാണാപ്പാടായിട്ടോ എനിക്ക്. നിങ്ങൾക്ക് കാണാപ്പാടാണോ? ഏതായാലും ഈ കുട്ടികളെ പൊന്നുപോലെയാണ് അദ്ദേഹം വളർത്തിയത്. അയ്യോ പെൺകുട്ടികളാണല്ലോ ഉണ്ടായത്, ആൺകുട്ടികൾ ഉണ്ടായില്ലല്ലോ എന്നുള്ള വിഷമമൊന്നും അദ്ദേഹം കാണിച്ചിരുന്നില്ല. പൊന്നുപോലെയാണ് വളർത്തിയിരുന്നത് അവരെ. ആയതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ പെൺകുട്ടികളോട് കാണിക്കുന്ന ആ വാത്സല്യം, സ്നേഹം, അത് മറ്റുള്ളവരും കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ ജാഹിലിയ കാലഘട്ടത്തിൽ അവരനുഭവിച്ചുന്ന ദുരിതം അലിഞ്ഞ് ഇല്ലാതാകുകയാണ് ചെയ്തത്. അറേബ്യയിലുള്ള മറ്റു സ്ത്രീകൾ, മുൻപ് കാലത്തുണ്ടായിരുന്ന സ്ത്രീകൾ, അവർക്ക് യാതൊരു അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും ഇല്ലാതിരുന്നൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് തൻ്റെ മക്കൾക്ക്, അവരെ ഭാര്യമാർക്കൊക്കെ ഈ സ്വാതന്ത്ര്യം അദ്ദേഹം അനുവദിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ പ്രവാചകനോട് അവർ വളരെ അടുത്താണ് പെരുമാറിയിരുന്നത്. പ്രവാചകനെ ദേഷ്യപ്പെടുത്തുമാറ്, ചൊടിപ്പിക്കുമാറ്, കാലത്ത് എന്തെങ്കിലും ഇവരെ ഒപ്പിച്ചു വയ്ക്കും. പ്രവാചകൻ വൈകുന്നേരം വരെ ദേഷ്യപ്പെട്ടിരിക്കും. ആ രീതിയിൽ തർക്കുത്തരങ്ങൾ പറയും. അത്രത്തോളം സ്വാതന്ത്ര്യം, തർക്കുത്തരം പറയുമാറ് സ്വാതന്ത്ര്യം, അതുപോലും കാണിക്കാൻ അവർക്ക്
പ്രവാചക പത്നിമാർക്ക് യാതൊരു മടിയുമില്ലാതായി എന്നുള്ളതാണ് സത്യം. പലപ്പോഴും ചില സമയത്തൊക്കെയും പ്രവാചകന് കാണുമ്പോൾ ചില മൂല വെച്ചുള്ള വാക്കുകളൊക്കെ ചിലപ്പോൾ അവർ പ്രയോഗിക്കും അത്രേ. അപ്പോൾ അദ്ദേഹം അവർ പിണങ്ങിയിരിക്കും, പിണക്കം നടിക്കും. അവരോടുള്ള ആ ഒരു സ്നേഹം, കടുത്ത സ്നേഹം, സ്നേഹാർദ്രത, അതവർ വഴിതെറ്റിക്കാൻ പാടില്ല. കാരണം പ്രവാചകൻ കൂടിയാണ്. അദ്ദേഹത്തിന് ആ ബോധം എപ്പോഴും ഉണ്ടായിരുന്നു. താൻ വെറുമൊരു ഭർത്താവല്ല, വെറുമൊരു പിതാവല്ല, വെറുമൊരു സ്നേഹിതനല്ല, താൻ നേതാവല്ല, രാജാവല്ല. താൻ അതിലുപരി താനൊരു ദൂതനാണ്, അള്ളാഹുവിൻ്റെ അടിമയാണ്. തനിക്ക് തൻ്റെതായിട്ടുള്ള ദൗത്യങ്ങളുണ്ട്, നിയോഗമുണ്ട്. തൻ്റെ കൂട്ടുകാരോട് അല്ലെങ്കിൽ തൻ്റെ പത്നിമാരോട് അവരോട് കാണിക്കുന്ന സ്നേഹാർദ്രത അതവരെ വഴിതെറ്റിക്കാൻ പാടില്ലല്ലോ. അവരുടെയും ലക്ഷ്യം, തൻ്റെ ഒപ്പമുള്ള ആളുകളുടെ ലക്ഷ്യവും ഈ കാണുന്നും കേൾക്കുന്നും അനുഭവിക്കാൻ കഴിയുന്ന ലോകത്തു നിന്നുള്ള വാരിപ്പിടിക്കലല്ല എന്നവരെ ബോധിപ്പിച്ചിട്ടുണ്ട്. അത് തൻ്റെ ജീവിതത്തിലൂടെയും അവരെ ബോധിപ്പിക്കേണ്ടതുണ്ട്. എന്ന് വെച്ച് അവരൊരിക്കൽ പോലും അനാവശ്യമായിട്ടുള്ള ചിട്ടവട്ടങ്ങളിൽ മുറുകി കെട്ടിയിരുന്നില്ല. അവരെ യന്ത്രമനുഷ്യരാക്കിയിരുന്നില്ല. അവർക്ക് സ്നേഹം കൊടുത്തിരുന്നു, ദയ കൊടുത്തിരുന്നു, പരിഗണന കൊടുത്തിരുന്നു. പക്ഷെ അത് ആവശ്യത്തിലേറെ ആവുന്ന സമയത്ത് അവർ പോലും ചിലപ്പോൾ മറന്നുപോകും തങ്ങളുടെ ലക്ഷ്യം എന്താണ്. അത് ചിലപ്പോൾ അവർ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ആയതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രവാചകൻ തൻ്റെ പത്നിമാരെ അവരിൽ നിന്ന് മാറി നിൽക്കാറുണ്ട്, അവരെ വെടിഞ്ഞു നിൽക്കാറുണ്ട്. അതതിൻ്റെ ആവശ്യമായിട്ട് വരികയാണ്. കാരണം ആവശ്യത്തിലേറെയുള്ള സ്വാതന്ത്ര്യം. മറിയത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ ആവശ്യത്തിലേറെയുള്ള അസൂയ. ഭർത്താവിൻ്റെ സന്നിധിയിൽ തങ്ങൾ അനുഭവിച്ചു പോന്ന ഈ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യമാണ്, ആവശ്യത്തിലേറെയുള്ള സ്വാതന്ത്ര്യമാണ് അവരെ ഈ രീതിയിലേക്ക് ഒരു സ്ത്രീക്ക് ഒട്ടും ഉചിതമല്ലാത്ത രീതിയിലുള്ള അസൂയയിലേക്ക് അവരെ നയിച്ചത്. അതിനൊരു പാഠം പഠിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പലപ്പോഴും പ്രവാചകൻ അവരിൽ നിന്ന് മാറി നിൽക്കാറുണ്ട്. അപ്പോഴേക്ക് അവരുടെ ആ അസൂയ, പൗശന്യം, പോര് അത് കുറഞ്ഞു പോകും. തങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാകും. ആ സമയത്ത് പ്രവാചകൻ തിരിച്ചു വരും. അങ്ങനെയായിരുന്നു. മാരിയത്ത് അടിമസ്ത്രീയായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ മാരിയത്ത് ഇബ്രാഹിമിനെ പ്രസവിച്ചപ്പോൾ തങ്ങൾക്ക് ലഭിച്ച ശിക്ഷണങ്ങൾ, വലിയ ജീവിതം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ആ ജീവിതം എങ്ങനെ ജീവിച്ചു തീർക്കണമെന്നുള്ളതിന് ശിക്ഷണവും കൊടുത്തിട്ടുണ്ട്. ഈ ജീവിതത്തിൽ ലക്ഷ്യം എന്താണെന്നുള്ള ബോധവും പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ ആ ശിക്ഷണങ്ങൾ പലപ്പോഴും വിസ്മരിച്ചുകൊണ്ട് ആണ് തിരുമേനിയുടെ പത്നിമാർ പലപ്പോഴും പെരുമാറിയിരുന്നത്. പ്രത്യേകിച്ച് മാരിയത്തിൻ്റെ കുഞ്ഞിനോട്. തങ്ങൾക്കോ കുഞ്ഞില്ല. അങ്ങനെ കുഞ്ഞുണ്ടാകുമ്പോൾ തങ്ങളുടെ കുഞ്ഞായിട്ട്, നബി തിരുമേനിയുടെ കുഞ്ഞാണ്, ആ കുഞ്ഞിന് എല്ലാ പ്രവാചക ഭക്തിമാരും കൈമാറി അതിലൂടെ അവർ സന്തോഷം ഉൾക്കൊള്ളേണ്ടതാണ് ഉണ്ടായത്. പക്ഷേ പലപ്പോഴും നബി തിരുമേനി ആ എൻ്റെ കുഞ്ഞ് എൻ്റെ ചായ കണ്ടു, എൻ്റെ കണ്ണിൻ്റെ പോലെ, എൻ്റെ മൂക്കിൻ്റെ പോലെ എന്ന് പറഞ്ഞു, അതിനേക്കാൾക്കാണ് തോന്നിയിട്ടില്ല എന്ന് പറയുന്ന രീതിയിലാണ് അവരുടെ അസൂയ അവരെ പൊതിഞ്ഞു നിന്നത്. അവർ പലപ്പോഴും നബി തിരുമേനിയുമായിട്ടുള്ള സംഭാഷണത്തിൽ നബി തിരുമേനിക്ക് വളരെ സുപരിചിതയായിട്ടുള്ള മാരിയത്തിൻ്റെ വിശുദ്ധിയിൽ സംശയം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് തിരുമേനിയും ഇബ്രാഹിമും തമ്മിലുള്ള രൂപസാദൃശ്യം, ഇബ്രാഹിം അദ്ദേഹത്തിൻ്റെ അവസാനമുണ്ടായ പുത്രൻ, അദ്ദേഹത്തെ എടുത്തു വെച്ച പോലുള്ള രൂപമായിരുന്നു. അതെല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിനും അറിയാം. അദ്ദേഹം പലപ്പോഴും അത് ആവർത്തിച്ച് പറയുകയും ചെയ്യാറുണ്ട്. പക്ഷേ അത് അംഗീകരിക്കാൻ പത്നിമാർക്ക് കുറച്ച് വൈമനസ്യമുണ്ടായി. മാരിയത്തിൻ്റെ വിശുദ്ധിയിൽ സംശയം സൃഷ്ടിക്കാൻ പോലും അവർ സന്നദ്ധരായി എന്നുള്ളതാണ്. തിരുമേനിയുമായിട്ട് ഇബ്രാഹിമിന് യാതൊരു രൂപസാദൃശ്യവുമില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കാൻ പോലും, പ്രത്യേകിച്ചും ഐഷ, അതിനുള്ള ധൈര്യം പോലും കാണിച്ചു.
അതിനുള്ള ധാർഷ്ട്യം പോലും കാണിച്ചു എന്നുള്ളതാണ് സത്യം. ഒരിക്കല് പ്രവാചകന്റെ പത്നി ഹഫ്സ അവരുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോയി, പിതാവിൻ്റെ വീട്ടിലേക്ക് പോയി. ആ ഒരു സമയത്ത്, ഹഫ്സ ഇല്ലാത്ത സമയത്ത് തിരുമേനിയെ കാണാൻ വേണ്ടിയിട്ട് മാരിയത്ത് ഹഫ്സയുടെ വീട്ടിലേക്ക് ചെന്നു. ഹഫ്സയുടെ വീടെന്ന് പറയുമ്പോൾ തിരുമേനിയുടെ വീടാണ്. കുറച്ചു നേരം അവര് മാരിയത്ത് പ്രവാചകനോടൊപ്പം ആ വീട്ടിൽ കഴിച്ചു കൂട്ടി. ഇതിനിടെ ഹഫ്സ മടങ്ങിയെത്തി. മാരിയത്ത് തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് വരെ, അകത്ത് മാരിയത്തുണ്ട്, ഇറങ്ങിപ്പോകുന്നത് വരെ, തിരിച്ചു പോകുന്നത് വരെ അവര് പുറത്ത് കാത്തിരുന്നു. വളരെയധികം രോഷാകുലയായിരുന്നു ഹഫ്സ. മാരിയത്തിൻ്റെ വീട്ടിലേക്ക് പ്രവാചകൻ പോകുന്നത് തന്നെ ഇവർക്ക് ഇഷ്ടമല്ല, അസൂയയാണ്. അതിനു പുറമെ മാരിയത്ത് തൻ്റെ വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്നു പ്രവാചകനെ കാണാൻ. പോരെ പൂരം. അവര് ഒരു രോഷം പടർന്നു കേട്ട് വിറയ്ക്കുകയായിരുന്നു. കാത്തിരിപ്പിന്റെ സമയം കൂടുന്തോറും, നീളം കൂടുന്തോറും അവരുടെ രോഷവും അതുപോലെ കൂടി വന്നു. അവസാനം മാരിയത്ത് പുറത്തിറങ്ങി അവിടുന്ന് പോയി. മാരിയത്ത് പുറത്തിറങ്ങിയ സമയത്ത് ഹഫ്സ അകത്ത് പ്രവേശിച്ചു. ഹഫ്സ പറഞ്ഞു, പ്രവാചകനോട് പറഞ്ഞു, ഇവിടെ ഉണ്ടായിരുന്നവളെ ഞാൻ കണ്ടു. അല്ലാഹുവാണ് നിങ്ങളിപ്പോൾ ചെയ്തത്. നിങ്ങൾ എന്നെ അപമാനിക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ പത്നിയാണ് ഞാൻ, എൻ്റെ വീടാണിത്. എന്നെ നിങ്ങൾ അപമാനിക്കുകയാണ് ചെയ്തത്. പ്രവാചകനോട് പറഞ്ഞതാണത്. എനിക്ക് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും വിലയുണ്ടായിരുന്നെങ്കിൽ ഒരു സാധാരണ സ്ത്രീയുടെ ശബ്ദമാണത്. എനിക്ക് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും വിലയുണ്ടായിരുന്നെങ്കിൽ നിങ്ങളത് ചെയ്യുമായിരുന്നില്ല എന്ന പരിഭവം. താൻ ദൃക്സാക്ഷിയായിട്ടുള്ള, താൻ നേരിട്ട് കണ്ട സംഭവത്തിൻ്റെ രംഗത്തെക്കുറിച്ച് വിവരം ആയിഷയുടെയും മറ്റും ചെവിട്ടിലെത്തിക്കും ഉറപ്പാണ്. കാരണം ഹഫ്സയ്ക്ക് അത്ര പകയുണ്ട്, മാരിയത്തോട് ദേഷ്യമുണ്ട്, മാരിയത്തോട് വന്നതിൻ്റെ പേരിൽ വലിയൊരു പകയുണ്ട്. അപ്പം 100% ഉറപ്പാണ് ഹഫ്സ ചെന്നത് ഐഷയോട് പറയും, ഐഷ ചെന്ന് അടുത്ത ആളോട് പറയും. അത് നന്നായിട്ടറിയാം. ആയതുകൊണ്ട് തന്നെ പ്രവാചകൻ ഹഫ്സയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു. കണ്ട സംഭവം ആരോടും പറയരുത്. ഇനി ഞാൻ മാരിയത്തിൻ്റെ അടുത്ത് പോവില്ല, മാരിയത്തിന് ഇങ്ങോട്ട് വരില്ല, ഇനി മാരിയത്തിൻ്റെ അടുത്തേക്കും പോവില്ല എന്ന് അദ്ദേഹം സത്യം ചെയ്തു. ശരിയാ, ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാനിത് ആരോടും പറയില്ല, ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചോളാം എന്ന് ഹഫ്സ, സ്ത്രീയാണ് പറഞ്ഞ കേട്ടോ, രഹസ്യം മനസ്സിൽ സൂക്ഷിച്ചോളാം എന്ന്. ഒരു സ്ത്രീ രഹസ്യം മനസ്സിൽ സൂക്ഷിച്ചോളാമെന്ന്. അങ്ങനെ ചെയ്യാമെന്ന് ഹഫ്സ ആ സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞു. പക്ഷേ അസൂയയ്ക്ക് മരുന്നില്ലല്ലോ. ഒരിക്കൽ വളർന്നു കഴിഞ്ഞാൽ മഹാമാരിയാണ് അസൂയ. വന്നു കഴിഞ്ഞാൽ അവർ പോവില്ല. അസൂയ അവരുടെ ഹൃദയത്തെ തന്നെ കാർന്ന് തിന്നുകയായിരുന്നു. കുറേ ശ്രമിച്ചു അവർ ഒളിച്ചു വെക്കാൻ, കഴിഞ്ഞില്ല. ഏതായാലും നടന്ന സംഭവത്തെക്കുറിച്ച് അവർ രഹസ്യമായിട്ട്, സ്ത്രീ രഹസ്യമായിട്ട് ഐഷയോട് പറഞ്ഞു. ഐഷ രഹസ്യമായിട്ട് അടുത്ത ആൾക്ക് പറഞ്ഞു. ഇങ്ങനെയാണല്ലോ, വഴിയിൽ കണ്ട എരുമയോട് വരെ പറയും രഹസ്യം. സ്ത്രീകളുടെ സ്വഭാവം അതാണ്. ഒളിച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല. നടന്ന സംഭവത്തെക്കുറിച്ച് ഐഷയോട് അവർ ഈ കാര്യം പറഞ്ഞു. രഹസ്യമായിട്ടാണ് പറഞ്ഞത് കേട്ടോ. ഐഷയാകട്ടെ ഈ സംഭവം പ്രവാചകനോട് തന്നെ സൂചിപ്പിച്ചു. കാര്യം കഴിഞ്ഞില്ലേ, റൗണ്ട് അടിച്ചു. ഇവിടെ നിന്ന് അവിടെ പറഞ്ഞു, അവിടെ നിന്ന് ഇവിടെ പറഞ്ഞു. അത് തന്നെ പ്രവാചകന്റെ ചവിട്ടിലെത്തുകയും ചെയ്തു. ഏതായാലും ഹഫ്സ കൃത്യവിലോപം കാണിച്ചിരിക്കുകയാണ്, സത്യവിരോധം കാണിച്ചിരിക്കുകയാണ്. അത് തിരുമേനിക്ക് മനസ്സിലായി. തന്നോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഞാൻ ആരോടും പറയില്ല. അത്
പക്ഷെ എന്താ ചെയ്തത്? ഉടനെ തന്നെ അപ്പുറത്ത് ആളുടെ എന്ന് പറഞ്ഞു. ഇനിയൊരു കാര്യം ഉറപ്പാണ്, ഈ ഒരു സംഭവം രഹസ്യം ഹഫ്സയ്ക്കും ഐഷയ്ക്കും പുറമെ മറ്റുള്ള പത്നിമാരുടെ ഇടയിലും പരന്നു കഴിഞ്ഞിട്ടുണ്ടാകണം. മാരിയത്തിന് നബി തിരുമേനിയുടെ അടുത്ത് ലഭിച്ച സ്ഥാനം അടിമസ്ത്രീയായിരുന്നു, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര പത്നിയായിട്ട് മാറിയിരിക്കുകയാണ്. ആയതുകൊണ്ട് ഉന്നത സ്ഥാനം കണ്ടിട്ട് മറ്റുള്ള ഭാര്യമാര് മുഴുവൻ ഇപ്പൊ ഹഫ്സയോടും ആയിഷയോടൊക്കെ അവരെന്തായാലും പറയാം, അവരോടൊക്കെ അനുഭാവം പ്രകടിപ്പിച്ചിരിക്കാനുള്ള സാധ്യതയും നബി തിരുമേനി മനസ്സിൽ കണ്ടു. അൽഹംദുലില്ലാഹ്.